നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ജീവിതം ചലിക്കേണ്ടത് ആളുകളുടെ പ്രതികരണങ്ങൾ നോക്കിയല്ല, സ്വന്തം അഭിലാഷങ്ങൾക്കനുസരിച്ചാണ്. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. അവരുടെ കുഞ്ഞ് അന്ധയായിരുന്നു. അടുത്തുള്ള പാർക്കിലേക്ക് കളിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു സ്ത്രീയും അവരുടെ 3 കുഞ്ഞുങ്ങളും ഇവരെ നോക്കി ചിരിക്കാൻ തുടങ്ങി. തൻ്റെ കുഞ്ഞിനെ നോക്കിയാണ് അവർ ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർക്ക് സങ്കടമായി. ഒരു ദിവസം കുഞ്ഞിനെ കൂടാതെ അവർ തനിയെ പാർക്കിൽ വന്നപ്പോഴും ആ അമ്മയുടെ 3 കുഞ്ഞുങ്ങളും അവരെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ദേഷ്യം വന്നു. അവർ ആ സ്ത്രീയോട് കയർത്തു. എൻ്റെ കുഞ്ഞ് അന്ധയായത് അവളുടെ കുഴപ്പം കൊണ്ടല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കളിയാക്കുന്നത്? അപ്പോഴാ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കളിയാക്കിയതല്ല, എൻ്റെ ഈ 3 കുഞ്ഞുങ്ങളും അന്ധരാണ്. ഞാൻ പറയുന്ന തമാശകൾ കേട്ട് അവർ ചിരിക്കുന്നതാണ്. ചില അനുമാനങ്ങളും കണക്കുകൂട്ടലുകളും ശരിയിലേക്ക് നയിക്കാമെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ അവ അനാരോഗ്യകരവും അപകടകരവുമാകാം. സ്വന്തം സാഹചര്യങ്ങൾക്കും പരിമിതികൾക്കും ഉള്ളിൽ നിന്നാണ് ഓരോരുത്തരും തങ്ങളുടെ ധാരണകൾ രൂപീകരിക്കുന്നത്. അവരെൻ്റെ ചെയ്തികളെ വിലയിരുത്തുന്നു എന്നതാണ് അനുമാനങ്ങളിലെ പിഴവ്. എല്ലാവർക്കും അവരവരുടേതായ ജീവിതമുണ്ട്. അതിൻ്റെ മനോഹാരിതയോ പോരായ്മയോ പുറമേ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാകില്ല. ജീവിതം ചലിക്കേണ്ടത് ആളുകളുടെ പ്രതികരണങ്ങൾ നോക്കിയല്ല, സ്വന്തം അഭിലാഷങ്ങൾക്കനുസരിച്ചാണ്. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകാം. ഉണർവേകുന്നവരെ ചേർത്തു നിർത്തിയും തളർത്തുന്നവരെ അകറ്റി നിർത്തിയും നമുക്ക് നമ്മുടെ ഓട്ടം ഓടിത്തീർക്കാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.